ഹല്ലേലൂയ. നല്ല സമയത്തിനായി നന്ദി പറയും. നീ വർഷിപ്പ് ചെയ്തപ്പോ എന്ത് തോന്നി മോനെ? ഏ ഞാനല്ല അവിടെ നിന്നത്, അതാണ്. നിനക്ക് അവിടെ നിൽക്കാനും പറ്റില്ല അല്ലേ? നമ്മൾ വർഷിപ്പ് ചെയ്യുക അങ്ങനെയാണ്, വേറൊരു അന്തരീക്ഷം. അതാണ് പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ അതിലങ്ങ് ലയിച്ചു പോകുന്ന അവസ്ഥ. നമ്മളൊക്കെ ഉണ്ടല്ലോ, മുമ്പേയൊക്കെ പാട്ട് പാടപ്പെടും, നമ്മളെ CC ചർച്ചിനകത്തൊക്കെ പാടപ്പെടും. നമ്മൾ എന്തോ പാടുവാണ്, അതിലൊന്നും ഇല്ലല്ലേ. എന്താണെന്ന് അർത്ഥമല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഈ പാട്ട് ഞാൻ CSI ചർച്ചിൽ പാടിയിട്ടുള്ളതാണ്, പാടാറുള്ളതാണ്. അല്ലെ, ഈ ദാസരെ ഈ ധരണിയിൽ അൻപായി യേശുവിനെ സ്വന്തമാക്കിയത്, ഈ ധരണിയെ യേശുവിനായി സ്വന്തമാക്കുന്നതായിരുന്നു. പക്ഷെ ആ ഒരർത്ഥവും എനിക്ക് മനസ്സിലായിട്ടില്ല, സത്യമായിട്ടില്ല. ചുമ്മാ അങ്ങ് പാടും, അവർ പാടും. അവര് നമ്മൾ പാടും പോലെയല്ല, വേറെ ട്യൂണില്ലേ, വേറെ ട്യൂണാണ് അത്. ആ പാട്ടുകളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നില്ലേ, വന്നപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ അകത്ത് നിന്ന് ഈ പാട്ട് കയറി വരികയാണ്. ഇതിന്റെ ട്യൂണാണ് ആദ്യം വന്നത്. ഈ ട്യൂണ് കയറി വരികയാണ്. ഞാനപ്പം അന്നേരം ആലോചിക്കുകയാണ്, എവിടെയോ കേട്ട ഒരു ട്യൂൺ, എന്തോന്നാണ് ഈ സാധനം. പെട്ടെന്ന് ലിറിക്സ് വന്നു അടുത്ത്, ദാസരെ ധരണി. ഞാനിപ്പോൾ ഓടിപ്പോയി എല്ലായിടത്തും ഈ പാട്ടുപുസ്തകത്തിനാണ് നോക്കിയത്, ഇപ്പൊ കാണാനില്ല. അപ്പൊ ഈ പാട്ടുപുസ്തകം ഒന്ന് പോയി നോക്കി, ഗൂഗിളിൽ തപ്പി നോക്കി, ലിറിക്സ് കിട്ടിയില്ല. അത് തമിഴ് സോങ്ങാണ് കയറി വരുന്നത്. അതുകൊണ്ടാണ് ആ പാട്ടറിയാമെന്ന് ചോദിച്ചത്. അപ്പൊ ഇതാണ്ട് ആ പാട്ടുപുസ്തകം ഉൾപ്പെടെ ആൾ എണീറ്റ് വരുന്നു. അപ്പൊ കർത്താവിന് അറിയാല്ലേ ഈ പാട്ടുകൂടെ ഉണ്ടെന്ന്. അതാ, ദൈവത്തിന് എല്ലാം അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ പാട്ടുപുസ്തകത്തെ ഉൾപ്പെടെ ആളിനെ ഇവിടെ കയറ്റി നിർത്തിയത് പാടാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ നിന്നോട് നിന്റെ കർത്താവ് പറയാനുള്ള കാര്യം കേട്ടോ, നിന്നോട് കർത്താവ് പറയാനുള്ള കാര്യമാണ്. ദാസരെ ഈ ധരണിയെ അൻപായി സ്നേഹത്തോടെ യേശുവിനായിട്ട് സ്വന്തമാക്കാം. ഹല്ലേലൂയ. അത് ജാതി മതഭേദമെന്നേ എല്ലാവരെയും യേശുവിനായിട്ട് സ്വന്തമാക്കണം. അടുത്ത വരി കേട്ടോ, ഏകമായി യേശുവെ ഘോഷിക്കാം. ഒരുമിച്ച് യേശുവിനെ ഘോഷിക്കണം. ഇതെവിടെയും ഐക്യതയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ യേശുവിനെ ഘോഷിക്കാനായിട്ട്? സഭകൾ ഡിനോമിനേഷനുകളായിട്ടും അല്ലേ, പല പല ചർച്ചുകളായിട്ടും എല്ലാം മാറ്റപ്പെട്ടത് പോയതുകൊണ്ട് ഐക്യതയില്ല, ഒരിടത്തുമില്ല. ആർക്കെങ്കിലും സുവിശേഷം പറയണമെന്നുള്ള ദാഹം ഏതെങ്കിലും ചർച്ചിനകത്തുണ്ടോ? എത്ര ചർച്ചകളിൽ നിന്ന് സുവിശേഷകന്മാർ, അതായത് ഇവാഞ്ചലിസ്റ്റുകൾ എഴുന്നേൽക്കുന്നുണ്ട്? ഉണ്ടോ? ഇല്ല. അങ്ങനെ അങ്ങ് ചർച്ചിൽ പോകുന്നു, ഞായറാഴ്ച പോയി വൈകുന്നേരമായി പ്രാർത്ഥിച്ചു, നമ്മുടെ ഒരു കടമ പോലെ അതിങ്ങനെ പോവാണ്. പക്ഷെ എവിടെ കർത്താവ് പറഞ്ഞിട്ടുള്ള 5 വിധ ശുശ്രൂഷകൾ എഴുന്നേൽക്കുന്നു? ഭൂമിയിൽ 5 വിധ ശുശ്രൂഷകൾ പ്രധാനമായും കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, പിന്നെ എന്താണ് പറഞ്ഞാട്ട്, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ സുവിശേഷകർ. ഇത്രയും ശുശ്രൂഷകൾ ഒരു സഭയിൽ വേണം. ഇന്നെല്ലാ സഭയിലും എന്താണ് നടക്കുന്നത്? പാസ്റ്റർ ഉണ്ടല്ലേ എല്ലായിടത്തും, നല്ലതാണ്. പക്ഷെ എവിടെ പ്രവാചകൻ? എവിടെ അപ്പോസ്തലൻ? എവിടെ ഇടയൻ? പിന്നെ എവിടെ ഇവാഞ്ചലിസ്റ്റുകൾ എഴുന്നേൽക്കുന്നു? ഒന്നുമില്ല. സഭ ഉറങ്ങിപ്പോയി. പിന്നെ എങ്ങനെ ദേശത്തെ യേശുവിനായിട്ട് നേടാൻ പറ്റും? സഭയെല്ലാം ഉറങ്ങിയിരിക്കുമല്ലേ അല്ലേ? എല്ലാ ദിവസവും എല്ലാ സഭകളിലും ആരാധനകൾ നടക്കുന്നുണ്ട്, ശരിയല്ലേ ആന്റി പറ? ഈ ദേശത്ത് എത്രയോ സഭയുണ്ട്, എല്ലായിടത്തും ആരാധന നടക്കുന്നുണ്ട്. എത്ര പേർ യേശുവിന് വേണ്ടി ഇറങ്ങുന്നു എന്നല്ല ചോദ്യം. എത്ര പേർ യേശുവിന് വേണ്ടി ഇറങ്ങുന്നു? ആരുമില്ല. എല്ലാവരും ആരാധിക്കുന്നുണ്ട്, ആരും യേശുവിന് വേണ്ടി ഇറങ്ങാനൊന്നും തയ്യാറല്ല. അവരവരുടെ സേഫ് സോണുകളില്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പക്ഷികളൊക്കെ കൂട് കെട്ടുന്നത്? ഇവിടെ മുൻപ് ഒരു തൂക്കണം കുരുവി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, കുഞ്ഞു പക്ഷി, കണ്ടിട്ടുണ്ട്? അതിനെ കാണാൻ വേറെ പേരുണ്ടോ അതിന്? അറിഞ്ഞൂടെ അല്ലേ? ആ ഒരു പക്ഷി വന്നിട്ട് ഇവിടെ ഒരു ദിവസം ഒരു കൂട് കെട്ടി. ഭയങ്കര മനോഹരം അതിന്റെ കൂട് കാണാൻ കേട്ടോ, കുഞ്ഞു കൂട്, കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട്. ഞാൻ ആലോചിച്ചു, കർത്താവ് ഇത്ര മനോഹരമായി ഒരു പക്ഷിക്ക് എങ്ങനെ അങ്ങ് ഈ കൂട് വരാനുള്ള കഴിവ് കൊടുക്കുന്നു. ഞാൻ ആ കൂട് കാണുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, കർത്താവിന്റെ ആ സൃഷ്ടിയുടെ വൈഭവം. അപ്പോൾ ഈ പക്ഷി വന്ന് ഈ മഴ നനയാത്തൊരിടത്ത് കൂട് കൂട്ടി, അതിനകത്ത് മുട്ടയിട്ടു, കുഞ്ഞുങ്ങൾ വിരിഞ്ഞു, അത് കൊണ്ടുപോയി. അടുത്ത ടേണും അത് വന്നു, കൂട് അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ആ കുട്ടി തന്നെ മുട്ടയിട്ടു, കുഞ്ഞുങ്ങൾ വിരിച്ചു അങ്ങ് പോയി. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ വൃത്തിയാക്കുമ്പോൾ ആ കൂട് അങ്ങ് പൊട്ടിപ്പോയി, താഴെ വീണ് പോയി. പിന്നെ ആ പക്ഷിക്ക് മുട്ടയിടാൻ പറ്റി.
ഇതുപോലെ ഇന്ന് എല്ലാവരും ഓരോ ചർച്ചിനകത്ത് ഓരോ ഡിനോമിനേഷനകത്ത് ഒരു സേഫ് സോണിൽ അങ്ങ് ഇരിക്കുവാണ്. എല്ലാവരും അങ്ങനെ അങ്ങ് ഇരിക്കുവാണ് കേട്ടോ. അവരുടെ ജീവിതങ്ങൾ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ഇളക്കങ്ങളാണ്. ഈ കൂടിനെ ഉണ്ടല്ലോ, ഇതിനെ ഒരു ഇളക്കം ഇളക്കും ഈ സംഭവം. അപ്പൊ കുറെ എണ്ണമൊക്കെ അവിടെ നിന്ന് തെറിച്ചങ്ങ് പോവും. തെറിക്കേണ്ടത് പോവും, തെറിച്ചേ പറ്റൂ. ശരിയല്ലേ? അല്ലെങ്കിൽ ഇതിനൊന്നും കർത്താവിന് ഉപയോഗിക്കാൻ പറ്റില്ല. കൂടുകളെ കൂടെ കൂടെ ഇളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ബാക്കി അതിന്മേൽ വിടർത്തി വിരിച്ചു നമ്മെ നീലം പരിശായി നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവല്ലോ. ഹല്ലേലൂയ. അത് പാടുമ്പോ എന്റെ ശരീരം മൊത്തം ഒന്ന് ദൈവസാന്നിധ്യം വ്യാപരിക്കും. ഈ പാട്ടിനൊക്കെ എത്ര ശക്തിയുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലാവുന്നത്. ഇന്ന് മുഴുവൻ കംപ്ലീറ്റ് CSI ചർച്ചിലാണല്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് CSIനകത്ത് കയറി കളിക്കുക പാട്ട് പുസ്തകത്തിനകത്ത്. എനിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പൊ കൂടുകളെ കൂടെ കൂടെ ഇളക്കി. നമ്മൾ ഈ ഇളക്കിയില്ലെങ്കിൽ പറക്കില്ല. നിങ്ങൾ ഈ കഴുകൽ എന്ന് പറയുന്ന പക്ഷിയെ എത്ര പേർക്ക് അറിയാം? ഉയരങ്ങളിൽ കൂട് കൂട്ടുന്ന പക്ഷിയാണ് കഴുകൽ. നമ്മുടെ ഈ സാധാരണ ഈ നാട്ടിൽ കാണുന്ന കുഞ്ഞു പരന്തല്ല, കുറച്ചുകൂടി വലുത് കഴുകൽ എന്ന് പറയും. അറിയായിരിക്കും അല്ലേ? അപ്പോ ആ ഒരു പക്ഷി ഉയരങ്ങളിൽ കൂട് കൂട്ടും. മരങ്ങളിലൊക്കെ, ഉയരത്തിലുള്ള മരങ്ങളിൽ അല്ലെങ്കിൽ പാറയിടുക്കുകളിലൊക്കെയാണ് കൂട് കൂട്ടുന്നത്. ആ പക്ഷി കൂട് കൂട്ടുമ്പോൾ മുട്ടയിടുമ്പോഴും ഒക്കെ ചുള്ളിക്കമ്പുകൾ അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് കൂർത്ത വസ്തുക്കൾ വെച്ച് അതിന്റെ മുകളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് ഈ കൂട് കൂട്ടി കുഞ്ഞുങ്ങള് ആവുമ്പോ അതെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിന് പറക്കണം അല്ലേ? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ പക്ഷി കൊണ്ട് ഈ മാംസമൊക്കെ കൊണ്ട് വെച്ചു കൊടുക്കും അതിന്റെ വായില്. അതങ്ങനെ തിന്ന് വളർന്ന് അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നങ്ങ് തിന്നാ മതി എന്ന് വിചാരിച്ചോണ്ടിരിക്കും. അമ്മ പക്ഷി കൂടുതൽ ഇളക്കം കൂടും. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇതെല്ലാം കൂടി ഇതാണ്ടേ താഴോട്ട് വരുന്നു. മര്യാദയ്ക്ക് പറഞ്ഞടാ പറക്കടാ പറക്കടാ. അവര് പറക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? പറക്കില്ല. ഇവനെ പറപ്പിക്കാൻ എനിക്ക് അറിയാന്ന് പറഞ്ഞ അമ്മ പക്ഷി എന്ത് ചെയ്യും? കൂടിനെ അങ്ങ് ഒരു സൈഡിൽ നിന്ന് കൊത്തി പൊളിക്കുമോ. അപ്പൊ എന്ത് ചെയ്യും? ഇവന്മാര് താഴോട്ട് വരും. താഴോട്ട് വരുമ്പോ ചിറകടിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ചിലതിന്റെയൊക്കെ സേഫ് സോണുകൾ ദൈവം പൊളിക്കുന്നത്. ഹല്ലേലൂയ. നീ ഒന്ന് പഠിക്കാനാ ചില കാര്യങ്ങള്, നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുവാനാ. അവർ തീർത്തു കളയാനൊന്നുമല്ല. കാരണം എന്താ? താഴോട്ട് വരുമ്പോ തളരും. കുഞ്ഞു ചിറകല്ലേ. തള്ളപ്പക്ഷി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ചിറകങ്ങ് വിരിക്കും. ഹല്ലേലൂയ. ഈ തളർന്ന് വീഴാൻ പോകുന്നതിനെ പൊക്കിയെടുത്തുതാണ്ടെ കൊണ്ട് കൂട്ടിൽ തിരികെ വയ്ക്കും. ഹല്ലേലൂയ. പറക്കാൻ പഠിപ്പിക്കുന്നു. കൂടുകളെ കൂടെ കൂടെ ഇളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വിരിച്ചു നീലം പരിശായി നശിച്ചിടാതെ. കർത്താവേ, അങ്ങനെ നമ്മളെയൊക്കെ ഇളക്കി പറക്കി കർത്താവ് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന കേട്ടോ. ഹല്ലേലൂയ. സേഫ് സോണിൽ എങ്ങനെ പോയതാ? കർത്താവ് പറഞ്ഞ് എങ്ങനെ പോണ്ട, ഇടയ്ക്ക് ഒന്ന് ഇളക്കി പറക്കാൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിനക്ക് കഴിയില്ല. മുന്നോട്ട് പോകുമ്പോ പറക്കാൻ പഠിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും പറക്കില്ല. നിന്റെ ജീവിതം കൂട്ടിൽ തീരുന്നതല്ല. നിന്റെ ജീവിതം 4 ചുവരിനകത്ത് അവസാനിപ്പിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടില്ല. ആയിരങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. യൂട്യൂബിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ആയിരങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ യേശു നിങ്ങളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയൊന്നും കൂട്ടിനകത്തിരുന്ന കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ എങ്ങനെ 4 ചുവരിനകത്ത് ഒതുങ്ങിയിരിക്കാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ പറക്കാൻ പഠിപ്പിക്കും. ഹല്ലേലൂയ. കാരണം നീ സ്വന്തമായിട്ട് പറക്കേണ്ടവനാണ്. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ പറക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. കൂടുകളെയൊക്കെ കൂടെ ഇളക്കുമ്പോൾ ഈ കഴിവും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് വരുമ്പോ അമ്മ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്ത് മുകളിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇത് എന്നെ ആവർത്തിക്കും. അങ്ങനെ വരുമ്പോ പറക്കാൻ പഠിക്കും. ഹല്ലേലൂയ. പറക്കാൻ മാത്രമല്ല, സ്വന്തമായി തീറ്റ തേടാനും പഠിക്കും. സ്വന്തമായിട്ട് ജീവിക്കാൻ അവർ പഠിക്കും. ഹല്ലേലൂയ. അങ്ങനെ പലതും നമ്മളെ ദൈവം പഠിപ്പിക്കും. എന്തുകൊണ്ടാണ്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്
ദൈവം നമ്മളെ പലതും പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്നാലും അതങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ആരുടെ കൂടെയാണ് നീ പ്രവർത്തിക്കേണ്ടത്, ഏത് ചർച്ചിലാണ് ഞാൻ നിന്നെ ആക്കി വെക്കാൻ പോകുന്നത്, ഏത് ദേശത്താണ് നീ ശുശ്രൂഷിക്കേണ്ടത്, എവിടാണ് നീ ഉണർവ് വ്യാപരിപ്പിക്കേണ്ടത്, ഇതെല്ലാം ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ നമ്മൾ ഇതൊന്നും വാങ്ങിക്കാത്തതുകൊണ്ടാണ് കർത്താവ് ഒന്ന് പറക്കാൻ പഠിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ചിലത് തരാനുണ്ട്, ചില അസൈൻമെന്റ്സ്. കർത്താവിനത് നമ്മളെ പക്വമാക്കിയാലല്ലേ തരാൻ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, പഴയ തുരുത്തിയില് പുതിയ വീഞ്ഞ് പകരാൻ പറ്റത്തില്ല. ചിലതിലെല്ലാം മൈൻഡ് സെറ്റ് പഴയതാണ്. നമ്മൾ ചില ഡിനോമിനേഷനകത്തും റിലീജിയൻസിനകത്തും മതങ്ങൾക്കകത്തും ഒക്കെ അങ്ങ് കിടന്ന് അവിടെയുള്ള സിസ്റ്റത്തിൽ ഇങ്ങനെ അങ്ങ് പഴകി പഴകി കിടക്കുക. ഇതിനകത്തോട്ട് കർത്താവിന്റെ പുതിയ അസൈൻമെന്റ് ദൈവം എങ്ങനെ ഏൽപ്പിക്കാനായിട്ട്? ഒന്നും പറ്റില്ല, അല്ലയോ ആന്റി? ഒന്നും പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ അങ്ങ് സെറ്റ് ആയിപ്പോയി. നമ്മൾ ആ ചർച്ചിൽ പോയി അങ്ങനെ ആരാധിച്ചും അങ്ങനെ ആ ഒരു രീതികൾ ശീലിച്ചത് കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ വിളിച്ചു പറയാൻ തുടങ്ങും അത് തെറ്റാണ്. കാരണം എന്താണ്? നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇങ്ങനാണെന്ന് നമ്മളങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഒന്നിനും പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ ECSI ചർച്ചിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലും അന്യഭാഷ പറയുന്ന കണ്ടാ ഞാൻ പറയാതെ തെറ്റാണ്. എന്തുകൊണ്ടാണ്? അവിടെ അങ്ങനെ ഒരു സിസ്റ്റമാണ്, മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലാവുന്നത്? കമ്പ്യൂട്ടറൊക്കെ പ്രോഗ്രാം ചെയ്ത് വെക്കൂലേ നമ്മള്? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തെറ്റായിട്ട് കൊടുത്താൽ അത് എടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? പ്രോഗ്രാംഡ് അങ്ങനെയാണ്. പ്രോഗ്രാം ആ ഒരു വേയിൽ ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണത്. അതുപോലെ നമ്മളെ അങ്ങ് പിശാചി മതത്തിനകത്തിട്ട് പൂട്ടി, ഡിനോമിനേഷൻസിനകത്തിട്ടൊക്കെ പൂട്ടി അങ്ങ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ ഒന്നും അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം. യേശുവിനത് ഭയങ്കര സങ്കടം കേട്ടോ. കർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ കാര്യങ്ങൾ സഭയ്ക്കകത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരെന്നെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കൃത്യം 9 മണിക്ക് വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ 10 മണിക്ക് വർഷിപ്പ് നിർത്തണമെന്ന് വെച്ചാൽ നിർത്തിയിരിക്കണം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ചർച്ചകൾക്കകത്തല്ല കേട്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിന് തോന്നുകയാണ് കുറെ കൂടി എൻ്റെ മക്കളെ നിറയ്ക്കണം. അങ്ങനെ തോന്നുകയാണെങ്കിലോ തീർന്നതോടെ. കാരണം നമ്മളങ്ങ് നിർത്തല്ലേ. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആരാധനകൾ. ഇപ്പോ പല ചർച്ചിലും പ്രസംഗിക്കാനായിട്ട് നേരത്തെ മുൻകൂട്ടി കൊടുക്കുന്നുണ്ട്, അല്ലേ? ഇന്ന ഭാഗത്ത് നിന്ന് നീ പ്രസംഗിക്കണം, അല്ലേ? അങ്ങനെ ഇല്ലേ? ഉണ്ട്. നമ്മുടെ കലണ്ടറിലൊക്കെ അത് എഴുതിയിട്ടില്ലേ? CSI സഭാ കലണ്ടറിലെ ആ ഭാഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാനതൊക്കെ നോക്കാറുണ്ട്, എല്ലാം നോക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയാണ്, അത് നീ പ്രസംഗിക്കേണ്ട, ഇതാണ് നീ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? മതത്തിന്റെ ചട്ടക്കൂടിൽ അടയ്ക്കപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ? എന്താണോ ഇൻസ്ട്രക്ഷൻ മുകളിൽ നിന്നുള്ള അത് ചെയ്യുന്നതായി നമ്മൾ മാറിയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ചട്ടക്കൂട് വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം എവിടെ കൊടുക്കുന്നോ അവിടെ എന്ത് വ്യാപരിക്കും? ഉണർവ് വ്യാപരിക്കും. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ അടയാളങ്ങൾ നടക്കും, അവിടെ വീര്യപ്രവൃത്തികൾ നടക്കും. സഭ ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. സഭ ഉണർവിലേക്ക് വരും. എന്ന് 35 പേര് സഭയ്ക്കകത്തിരിക്കത്തില്ല, ലക്ഷക്കണക്കിന് പേർ സഭയിലേക്ക് വരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്? അവിടെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിയന്ത്രിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു ചർച്ചിനെ നിയന്ത്രിച്ചാൽ അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. ശരിയല്ലേ? ആ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. കുടുംബത്തിലെ ഭിന്നതകൾ മാറും, വഴക്കുകൾ മാറും, പ്രശ്നങ്ങൾ മാറും, പ്രതികൂലങ്ങൾ മാറും. ചെറുപ്പക്കാർ മദ്യപാനം വിട്ട് പുറത്തേക്ക് വരും, ചെറുപ്പക്കാർ ചൂതുകളി വിട്ട് പുറത്തേക്ക് വരും, ചെറുപ്പക്കാർ അഡിഷൻസ് വിട്ട് പുറത്തേക്ക് വരും. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരിൽ മാനസാന്തരം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇന്ന് ചർച്ചുകളിൽ മദ്യപിക്കുന്നവരും കർത്തൃമേശ എടുക്കും. സമ്മതിക്കുന്നോണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല. ഏത് കാര്യം 2 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ശരിയാണെന്ന് ഉറപ്പുവയ്ക്കാന്ന ബൈബിൾ പറയുന്നത്. അപ്പോൾ അതാണ്ട് വേറെ ആളിരിപ്പുണ്ട്. ഇപ്പോൾ അവരെല്ലാം ഇവിടെ നിരത്തി ഞാൻ പറഞ്ഞുതരാം. മദ്യപിച്ചാലും കർത്തൃമേശ എടുക്കാം.
സോ അവിടെ എവിടെയാണ് മാനസാന്തരം? റിപ്പന്റൻസ് എവിടെ? ഇല്ല. മൊബൈൽ അഡിഷൻ ഉള്ളവർക്കും ഫോണോഗ്രാഫി കാണുന്നവർക്കും സെക്ഷൽ വീഡിയോ കാണുന്നവർക്കും കർത്തമേശ എടുക്കാം. അവിടെ മുഴുവൻ ആരാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നോ ഹോളി സ്പിരിറ്റ്. ദർ ഇസ് നോ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദർ ചർച്ച്. ദർ ഇസ് നോ മൂവ്മെന്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദർ ചർച്ച്. ഒന്നുമില്ല, ഒരു മൂവ്മെന്റും ഇല്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം അവിടെ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ചർച്ചിൽ ആരാധിക്കുന്നതിനേക്കാളും വ്യത്യാസം ഇവിടെ തോന്നിയത്. ബിക്കോസ് ദ വർഷിപ്പ് ഈസ് ലീഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. വർഷിപ്പ്, ആരാധന എപ്പോഴും നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണം ഏത് പാട്ടാണ് പാടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യും. അപ്പൊ നമ്മളെ ഇഷ്ടം പോലെ നമ്മൾ പാടിക്കൊണ്ടിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ചില സമയത്തൊന്നും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും പോലെ ഒന്നും ആരാധിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയാം. ആരാധന വേറെ ഏതോ ലെവലിലോട്ടൊക്കെ പോകും. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന പോലെ അന്നേരം ആൾക്കാർ അഭിഷേകം പ്രാപിക്കും, അന്നേരം രോഗികൾ സൗഖ്യമാകും. എന്നാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാധനയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആരും സൗഖ്യമാവത്തൂല്ല, ആരും അഭിഷേകം പ്രാപിക്കത്തൂല്ല, ആരും ദൈവസാന്നിധ്യം അനുഭവിക്കത്തൂല്ല. ഇതാണ് എല്ലാ ചർച്ചുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുമോ ആ ചർച്ചുകൾ ഉണർത്തപ്പെടും. അവിടെ നിന്ന് സുവിശേഷകന്മാർ എഴുന്നേൽക്കും, അപ്പോസ്തലർ എഴുന്നേൽക്കും, പ്രവാചകന്മാർ എഴുന്നേൽക്കും, ഉപദേഷ്ടാക്കൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ മൂവ്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കണം. വി ആർ കോ വർക്കേഴ്സ് ഓഫ് ഗോഡ് എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നമ്മൾ. ദൈവം പറയുന്നു, നമ്മൾ ചെയ്യുന്നു. ദൈവം പ്രവർത്തിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. ദൈവം കാണുന്ന പോലെ നമ്മൾ കാര്യങ്ങളെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ചർച്ചുകൾ ഒരു ഉണർവിലേക്ക് വരൂ. അല്ലെങ്കിൽ ആ ചർച്ചിൽ ആൾക്കാരൊക്കെ ആയിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആരും അഭിഷേകം പ്രാപിക്കില്ല, ആരും സുവിശേഷ വേല ചെയ്യാനായിട്ട് ഇറങ്ങില്ല, ആരും പ്രവാചകന്മാരായിട്ട് എഴുന്നേൽക്കില്ല. അല്ല, ഇനി എങ്ങാനും എഴുന്നേറ്റാലും അവനവർക്ക് എഴുന്നേൽക്കാനും സമ്മതിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങാനും ഒരാള് വചനം പറഞ്ഞ് എഴുന്നേൽക്കാമെന്ന് വെച്ചാൽ പോലും ഇന്ന് ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സ്പിരിറ്റ് ഉണ്ട്, എഴുന്നേൽക്കുന്നവനെ എഴുന്നേൽക്കാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ പൈശാചിക തലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ അതിനെ ശാസിക്കുന്നു. വിട്ടുപോട്ടെ ആ മണ്ഡലങ്ങളെല്ലാം. എഴുന്നേൽക്കേണ്ടവർ എഴുന്നേൽക്കട്ടെ. അപ്പച്ചാ, യേശുവിന് വേണ്ടി എന്തോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. ഓ, എന്തുകൊണ്ടാ പറ്റാത്ത? അപ്പച്ചൻ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര കാലമായി? ഓർമ്മയില്ല. എങ്കിലും ഒരു 10-20 വർഷം വരില്ലേ, കൂടുതലായി. ഇത്രയും കാലം അപ്പച്ചൻ ആ ചർച്ചിനകത്ത് ഇരുന്നിട്ട് അപ്പച്ചന് ഉപയോഗപ്പെടാൻ പറ്റിയില്ല. മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിളിച്ചു പറയുന്ന സത്യം ഇതാ. പരിശുദ്ധാത്മാവിനൊരു ഫ്രീഡം ഇല്ലെങ്കിൽ അവിടെ കുറെ വിശ്വാസികൾ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ട്. വിശ്വാസികൾ വരും, അവിടെ ഇരുന്ന് ആരാധിക്കും, അതുപോലെ പോകും. ബാക്കിയുള്ള 6 ദിവസം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കും. ശരിയല്ലേ? 7ാം ദിവസം വീണ്ടും വരും, ആരാധിക്കും, പോവും. ബാക്കി 6 ദിവസം അവരെ ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ? 7ാമത്തെ ദിവസം കൽപ്പന നമ്മൾ പ്രമാണിക്കുന്നവരാ. പിന്നെ 7ാം ദിവസം ചർച്ചിൽ പോകും, നമ്മൾ ആരാധിക്കും. ബാക്കി 6 ദിവസം ശവത്തില്ലല്ലോ. എന്നാ വേണ്ട. പുതിയ നിയമത്തിൽ അങ്ങനല്ല. നമ്മൾ എല്ലാ സമയത്തും ദൈവാത്മാവിനോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാടുണ്ടെങ്കിലേ സഭയ്ക്കകത്തുള്ളവർ ശരിക്കും രക്ഷിക്കപ്പെടത്തുള്ളൂ, ശരിക്കും മാനസാന്തരപ്പെടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് നടക്കുമ്പോ പാപം ചെയ്യുന്ന വ്യക്തി അവിടെ ഇരുന്ന് കരഞ്ഞ് മാനസാന്തരപ്പെടണം. അവനോടൊന്നും പറയ പോലും വേണ്ട. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് എത്ര ഉപദേശിച്ചിട്ട് ഇന്ന് സഭയിലെ ആൾക്കാർ നന്നാവുന്നില്ല. ഉപദേശത്തിലൊന്നും ഒരു കുറവില്ല, പക്ഷെ നന്നാവുന്നില്ല ഇവരൊന്നും. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. ഹല്ലേലൂയ. ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്, അവരോട് ആരാ പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂട. പ്രസംഗിക്കുന്ന എന്താണ്? വചനമാണ്. ഹൂ ഈസ് ഹോളി സ്പിരിറ്റ്? അതൊന്നും നമുക്ക് അറിഞ്ഞൂട. ഇതൊക്കെ എന്റെ അനുഭവമായി പറഞ്ഞോണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ. അന്ത്യകാല ഉണർവില് കർത്താവ് പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് നമുക്ക് നിൽക്കണമെങ്കിൽ ആത്മാവില്ലാതെ നിൽക്കാൻ പറ്റില്ല. ആത്മാവിന്റെ ഒരു വലിയ ചലനം നമ്മുടെ സഭകൾക്കകത്ത് ഉണ്ടാകണം. ഞാൻ ഈ ദേശത്തിലെ എല്ലാ സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇവിടെ മാത്രം ഉണർവുണ്ടാകണമെന്നല്ല, ഇവിടെ മാത്രം ആൾ വരണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കും എല്ലാ സഭയിലും ഉണർവ് വരട്ടെ.
കർത്താവ് വ്യക്തികൾ അഭിഷേകത്താൽ എഴുന്നേൽക്കട്ടെ. ദൈവദാസന്മാരുടെ കണ്ണുകൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ചലനത്തിന് അവർ സപ്പോർട്ട് ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ എത്ര രോഗികൾ ഇന്ന് ചർച്ചിനകത്തുണ്ട്? ആരും സൗഖ്യമാവുന്നില്ല. എന്തുണ്ട്? രോഗസൗഖ്യമില്ലേ പുതിയ നിയമസഭയില്? എന്തുകൊണ്ട് അവർ സൗഖ്യമാവുന്നില്ല? പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമില്ല ശുശ്രൂഷിക്കാനായിട്ട്. രോഗികളെ ജീവൻ കൊടുക്കാനായിട്ട് കർത്താവിന് കഴിയുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കൂട്ടൻ സഭയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പോകുന്ന സഭയുടെ എല്ലാവരുടെയും കണ്ണുകളെ ഒന്ന് തുറന്നു കൊടുക്കുക. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ആരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എന്തിനാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാർ മാളിക മുറിയിൽ കൂടിയിരുന്നു യേശുവിന്റെ അവർ വലിയ വാഗ്ദത്വം സ്വീകരിക്കാനായിട്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് എത്ര ദിവസം പ്രത്യക്ഷപ്പെട്ടു? എത്ര ദിവസം യേശു ഭൂമിയിലുണ്ടായിരുന്നു? പറയാമോ ആർക്കെങ്കിലും? ഓക്കെ, എത്ര ദിവസം യേശു ഭൂമിയിലുണ്ടായിരുന്നു? ഒരു ദിവസം. ഇന്നതെല്ലാം ക്ലിയർ ചെയ്തു വരിക. നമ്മുടെ ബൈബിള് വായനയുടെ കണ്ണുകൾ തുറക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ എടുത്തേ, വേഗം എടുത്തേ. ബൈബിളുള്ളവരെല്ലാവരും എടുത്തോ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം. അതിന്റെ 2-ാം വാക്യം വായിച്ചിട്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ എത്ര ശേഷം ഉണ്ടായിരുന്നു? ഇനി ആരും ചോദിച്ചാൽ തെറ്റരുത് കേട്ടോ. അപ്പച്ച ഇപ്പൊ മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഇതൊരു അപ്പച്ചൻ അറിയായിരുന്നോ? ഓർമ്മയിരിക്കില്ല. അവിടെ ഓർമ്മയില്ല. നമുക്കിതൊന്നും ഓർമ്മയിരിക്കണം. ആര് ചോദിച്ചാലും പറയാൻ ഓർമ്മയിരിക്കണം. ഇതൊക്കെ എന്താണ് ഓർമ്മയിരിക്കാത്തതിന്റെ കാരണം? പിശാച് അടിച്ചോണ്ട് പോകുന്നതാണ് വിത്തുകൾ. വചനം എന്ന വിത്ത് വീഴുമ്പോ അടിച്ചോണ്ട് പോകാനായിട്ട് പിശാച് കൂടെ തന്നെ ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കണേ കേട്ടോ. വചനം ഇങ്ങോട്ട് വീഴുന്ന ഉടനെ അടിച്ചോണ്ട് പോകുന്ന ആളാണ് പിശാച്. നമ്മൾ ആദ്യമേ യേശുവിന്റെ നാമത്തിൽ എൻ്റെ അകത്ത് വീഴുന്ന വചനം ഫലം കായ്ക്കണം പറഞ്ഞിട്ട് പ്രസംഗം കേൾക്കാനിരിക്കണം. എൻ്റെ അകത്ത് വീഴുന്ന വചനം എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര കേട്ടാലും പിന്നെ പഴയതുപോലെ തന്നെ. കാരണം ഈ വിത്ത് അവൻ അടിച്ചോണ്ട് പോകുന്നതാണ്. മനസ്സിലായി? വചനം എന്ന് പറയുന്നത് വിത്ത. അത് വീണാൽ നിങ്ങൾ ഫലം കായ്ക്കും. വീണ ഉടനെ ആകാശത്തിലെ പറവകൾ, കർത്താവ് പറയുന്നില്ലേ, അത് കൊത്തിക്കൊണ്ടുപോകാൻ. ഒരാൾ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. വിത്ത് വിതച്ചു, വഴിയരികിൽ കുറെ വീണു. അപ്പൊ എന്ത് ചെയ്തു? അത് പറവ വന്നു കൊത്തിക്കൊണ്ടുപോയി. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ വീഴാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ 40 നാളോളം പ്രത്യക്ഷനായി എന്താ പഠിപ്പിച്ചേ? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു. ഭൂമിയിലുള്ളത് പഠിപ്പിക്കാനാണോ യേശു വന്നേ? അല്ല, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, കിങ്ഡം ഓഫ് ഗോഡ്. ഈ റലത്തെ പറ്റിയുള്ള കാര്യങ്ങളല്ല കർത്താവ് പഠിപ്പിച്ചത്. ഏത് റലത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? സ്വർഗീയ കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. താൻ ജീവനോടെ ഇരിക്കുന്നെന്ന് കർത്താവ് തെളിയിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നെ ആദ്യം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? യേശു ജീവനോടുണ്ടെന്ന്. യേശു ജീവനോടുണ്ടെന്നാ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ, നീ എൻ്റെ പുത്രനാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു ഓൾവേസ്. ഹല്ലേലൂയ. എപ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ലേ? ഉണ്ട്, പക്ഷെ ഉറപ്പായിട്ടും ഉണ്ട്. കേൾക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണ്ടേ? വേണം. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ട്.
അങ്ങനെ ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യന് ഒരു പാപം ചെയ്യാൻ പറ്റുമോ? ഒരു ടി വിയിൽ പോയിരുന്ന് ഒരു ഷോ കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാ? യേശു കൂടെ ഇരിക്കുക. അയ്യോ, ഇങ്ങനെ കാണും. ആ സാന്നിധ്യത്തെ മറന്നാലേ ഒരുവന് പാപം ചെയ്യാൻ പറ്റൂ കേട്ടോ. എന്നെ മാറ്റിയത് ആ സാന്നിധ്യം. യേശു കൂടെ നടക്കുക. അവന് മോശമായ ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ? കർത്താവിന് ഇരിക്കാൻ പറ്റിയ സ്ഥലത്തെ അവനും ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു വന്നു കേട്ടോ. മാനസാന്തരപ്പെട്ടു അദ്ദേഹം, രക്ഷയിലേക്ക് വന്നു. പക്ഷെ കൂട്ടുകാരെന്ത് ചെയ്തിട്ടില്ല? രക്ഷയിലേക്ക് വന്നിട്ടില്ല. അവര് മദ്യപിക്കും. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? അവര് വിളിച്ചോണ്ട് പോയി, നീ കപ്പയും മീൻകറി മാത്രം കഴിച്ചാൽ മതി അവിടുന്ന്, ഞങ്ങൾ മദ്യപിക്കാം, നീ മാനസാന്തരപ്പെട്ടവനല്ലേ, നീ അവിടെ ഒരു സൈഡിൽ അങ്ങ് ഇരുന്നോ. എന്ത് ചെയ്തത്? നമ്മൾ മദ്യപിച്ചോളാം. ഓക്കെ, അയാൾ സമ്മതിച്ചു. അയാൾ എന്ത് ചെയ്തു? കപ്പയും മീൻകറിയും കഴിക്കാൻ. ഇവര് കപ്പയും മീൻകറി പിന്നെ അതിന്റെ കൂടെ മദ്യം കഴിച്ചോട്ടെ പോയി ഇരിക്കുവാണ് കേട്ടോ. അവിടെ പോയിരുന്ന കപ്പയും മീൻകറി എല്ലാം ഓർഡർ ചെയ്തു. അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് വേറെ മനസ്സിനൊരു വേദന അകത്തുനിന്ന് കേട്ടോണ്ടിരിക്കുക. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അകത്തൊരു വലിയ വേദന. യേശു എന്റെ കൂടെ ഉണ്ട്. അയ്യോ, എനിക്ക് യേശുവിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമുള്ളത്. കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, എന്റെ മനസ്സിനകത്ത് വേദന തിങ്ങുക. യേശു എന്റെ കൂടെ ഉണ്ട്. യേശുവിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തല്ല ഞാനിപ്പോ ഇരിക്കുന്നത്. എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. അയാൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോ അയാൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ മകന്, ഹല്ലേലൂയ, എന്റെ അപ്പൻ ഇരിക്കാൻ പറ്റാത്തടുത്ത് എനിക്കും ഇരിക്കണ്ട. ഹല്ലേലൂയ. ഇവൻ ഇന്നെ തിയേറ്റർ അയാൾ പോയി ഇരുന്നാലും അയാൾക്ക് ഫീൽ ചെയ്യും. രക്ഷയിലേക്ക് വന്ന അനുഭവമുള്ള മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സിനിമ കാണാൻ ഇരിക്കുമ്പോ യേശു എന്റെ കൂടെ ഇരിക്കുക. എന്റെ കർത്താവ്, യേശുവിന് കാണാൻ പറ്റുന്നത് ഞാൻ എങ്ങനെ കാണും? അവിടെ നെളിക്കും. ഹല്ലേലൂയ. ഇതാ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത. അവന് പാപം ചെയ്യാൻ കഴിയില്ല. വചനം പറയുന്നു, എന്താ വചനം പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവന് പാപം ചെയ്യാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷമല്ല, ലേഖനം 3-ാം അധ്യായം വേഗം കൊടുത്തേ. യോഹന്നാൻ എഴുതിയ ലേഖനം കേട്ടോ, 1, 2, 3 അങ്ങനെ 3 ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് 1-ാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായമാണ് വേണ്ടത്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വായിക്കാം കേട്ടോ. എത്ര വാക്യമാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. താഴേക്ക് വരണം. 3-ാം അധ്യായത്തില് അതിന്റെ 9-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഇത് വായിച്ച വചനം മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചാൽ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചാൽ നമുക്ക് പാപം ചെയ്യാനുള്ള കഴിവങ്ങ് നഷ്ടപ്പെടും. എല്ലാവർക്കും പാപം ചെയ്യാനുള്ള കഴിവുണ്ട്. ശരിയാണോ തെറ്റാണോ? ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും പാപം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവ് അവൻ എവിടെ നിന്ന് കിട്ടിയതാണ്? പിശാചിന്റെ. മോശമായ വാക്കുകൾ പറയാൻ, ചീത്ത സ്വഭാവങ്ങൾ കാണിക്കാൻ, മോശമായ കൂട്ടുകെട്ടിൽ പെടുവാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാൻ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ഇതെല്ലാം ഇവൻ എവിടെ നിന്ന് കിട്ടി? പിശാചിൻ്റെതാണ്. ഇതെല്ലാം പിശാച് അവനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവൻ ഈ സ്വഭാവം എല്ലാം ഉള്ളത്. എന്നാൽ ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? കഴിവില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇരിക്കുന്ന പ്രസംഗപീഠം ആണല്ലോ, ഇതിനെ എടുക്കാൻ എന്നോട് പറഞ്ഞ എനിക്ക് കഴിയും? ഇതിനെ എടുത്ത് പൊക്കണം ഒരു കൈ, കഴിയും? ശരിക്കും ജോലിയെ കൊണ്ട് പറ്റോ? ഇല്ല ഇല്ല ഇല്ല. എന്തുകൊണ്ടാ? അത് കഴിവില്ല. അതല്ലേ നമ്മൾ പറയും, വെയിറ്റ് ആണ്. അതിനെ കണ്ട് നമുക്കതിനുള്ള കഴിവില്ല. അങ്ങനെ കഴിവില്ലാതാകുന്ന ഒരവസ്ഥ നിങ്ങളിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? വേണ്ടാത്ത വാക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളോട് ഇപ്പൊ ഒന്ന് ദേഷ്യപ്പെടാൻ പോലും പറ്റില്ല. നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഞാൻ. നല്ല ഉറക്കം സംസാരിക്കാനും എനിക്കറിയായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ടാൽ എനിക്ക് കഴിവില്ലാത്ത പോലെയാണ്. ഞാൻ എന്തോ കഴിയാത്ത കാര്യം ചെയ്യാൻ ശ്രമിക്കും പോലെ എനിക്ക് തോന്നും. പെട്ടെന്ന് ശരീരം വിറയ്ക്കും.
അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടും. എന്താണ് കാരണം? എന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞ്. കാരണം എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ഞാൻ വരുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നും. അത്രയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? സ്ട്രഗിൾ ചെയ്യും. ദേഷ്യപ്പെടണമെന്ന് തോന്നിയാൽ എനിക്ക് പറ്റാത്ത ഒരവസ്ഥയായി. അപ്പൊ ഞാൻ ഒരു വല്ലാത്ത ശബ്ദങ്ങളൊന്നും എനിക്കിപ്പോ കേൾക്കാൻ പറ്റില്ല. ആരും വഴക്കിടുന്ന അറ്റ്മോസ്ഫിയർ പോലും എനിക്ക് ഇഷ്ടമില്ലാതായി അങ്ങ് മാറി. അപ്പൊ ഇത് ആരാ അങ്ങനെ മാറ്റിയത്? ആരാ മാറ്റിയത്? ദൈവം, പരിശുദ്ധാത്മാവ്. അപ്പോ ഒരു വ്യക്തിക്ക് സ്വയം മാറാൻ സാധ്യമല്ല. അവന് കുറെ നിയമങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് അവനത് അനുസരിക്കാനും കഴിയില്ല. കാരണം അങ്ങനെ അനുസരിക്കുന്ന ഒരു ശരീരവും മനസ്സും അല്ല അവനുള്ളത്. അവന്റെ ശരീരവും മനസ്സും ഇന്ന് പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന കൊണ്ടാണ് മോശയിലൂടെ കൽപ്പനകൾ നൽകിയിട്ടും ഇന്ന് ആർക്കും അനുസരിക്കാൻ പറ്റാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം പറഞ്ഞു, ഇനി ഞാൻ അക്ഷരം കൊണ്ടല്ല നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, ആത്മാവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തെ നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തേക്ക് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ക്യാരക്ടറിനെ അത് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നു. നമ്മൾ എങ്ങനെ ആയിരുന്നു അങ്ങനെ അല്ലാതായി മാറുന്നു. നമ്മൾ ആരാധിക്കുന്ന രീതി മാറുന്നു. നേരത്തെ ഒരു കല്ലായ ഹൃദയം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ആരാധിച്ചിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളി വരുമ്പോൾ നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആയിട്ട് ആത്മാവിനാൽ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേറൊരു പ്രസൻസിലേക്ക് കയറിപ്പോകുന്നു, ആ സാന്നിധ്യത്തിലേക്ക് കയറിപ്പോകുന്നു നമ്മൾ. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കുക, ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കുക, ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിക്കുക. ഇതെല്ലാം നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവുമായിട്ട് ആഴത്തിലൊരു ബന്ധത്തിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ നാളുകളിൽ എല്ലാവരും അറിഞ്ഞേ മതിയാകത്തുള്ളൂ. എന്നാൽ ഈ ടീച്ചിങ്ങുകൾ വളരെ കുറവാണ്, ഒരിടത്തുമില്ല. പരിശുദ്ധാത്മാവിനെ ഒന്നും ആർക്കും അറിയില്ല. ദാവീദാര എല്ലാവർക്കും അറിയാം അല്ലേ? ഗോലിയത്താര എല്ലാവർക്കും അറിയാം. മോശ അറിയാം. നോഹ അറിയാല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവിനെ പറ്റി ചോദിച്ചു നോക്കണം നിങ്ങൾ ഏറെ ചർച്ച ചെന്നിട്ട്. ഒട്ടുമിക്ക പേർക്ക് 100 പേരെടുത്താൽ 90 പേർക്ക് പരിശുദ്ധാത്മാവിനറിയാം. ശരിക്കും യേശുവിനെ പോലും അവർക്കറിയില്ല. ഇവർക്കെല്ലാം കുറെ കാര്യങ്ങൾ അറിയാം, നോളജ് അറിയാം, ഹെഡ് നോളജ് എല്ലാം ഉണ്ട്. എനിക്ക് സങ്കടം കൊണ്ടാ ചിലപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു, വിഷമിക്കും, അതുപോലെ വേദനിച്ചു പോകും. പരിശുദ്ധാത്മാവിന് സഭയിലും സമൂഹത്തിലും ഒന്നും ഒരു സ്ഥാനവുമില്ല, ഒരു വിലയും കൽപ്പിക്കുന്നു. എവിടെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു അവിടെ സഭ വളരും. എല്ലാ തരത്തിലും പ്രോസ്പെറിറ്റി അവിടെ ഉണ്ടാകും. ഇന്ന് സഭയുള്ള വിശ്വാസികൾക്കെല്ലാം ഒന്നുമില്ല, അവരുടെ കയ്യിൽ സമാധാനമില്ല, സന്തോഷമില്ല. പിന്നെ എന്തില്ല? സമാധാനമില്ല, സന്തോഷമില്ല. അതിൽ വീടുകളുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അവിടെ ദൈവസാന്നിധ്യം ഇല്ല. ആ വീടുകളിലൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീടുകളിൽ ദൈവസാന്നിധ്യം വരണമെങ്കിൽ ഓരോരോ വ്യക്തികൾ ആത്മാവിനാൽ നിറയണം. വേണ്ടേ? വേണം. ഞാൻ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ഹസ്ബൻഡ് ആത്മാവിനാൽ നിറഞ്ഞു. മനസ്സിലായി? എന്റെ വെളിച്ചമാണ് അടുത്ത ഒരാളെ കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവര് വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കണം? വേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ കൃപകളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ആ ടച്ചിങ് ഉണ്ടല്ലോ പരിശുദ്ധാത്മാവിന്റെ, അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അത് കളയരുത്. നിങ്ങൾക്ക് ഒരു ചെളിയിൽ ഒരാൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കയർ ഇട്ട് കൊടുത്താൽ ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ അതിൽ പിടിക്കില്ല, അവർ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം ഈ ഒരു വലിയ വട വിട്ട് വന്നപ്പോൾ നിങ്ങൾ അതേ പിടിച്ചിട്ടുണ്ട്, അതിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചോ, വിട്ടുപോകും. പ്രതികൂലങ്ങൾ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നു. നിങ്ങളെ ആ കയറിൽ നിന്ന് പിടിക്കാൻ വേണ്ടതെല്ലാം പിശാച് ചെയ്യും. കാറ്റ് കൊണ്ടുവരുവൻ, മഴ കൊണ്ടുവരുവൻ, പ്രശ്നങ്ങൾ കൊണ്ടുവരുവൻ, നിങ്ങളെ ഇട്ട് ഒലയ്ക്കും. എങ്ങനെയെങ്കിലും ഇവൻ ഈ കയറിൽ നിന്ന് പിടിവിടണം. അപ്പൊ ഞാൻ ഒരിക്കൽ കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പ ശുശ്രൂഷയിലൊക്കെ എവിടെ നിന്നാലും പ്രശ്നങ്ങൾ വരും, മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്ട്രഗിളുകൾ വരുമ്പോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പലരും വീണു, ശുശ്രൂഷ ചെയ്യുന്നവരും വീണു. പല പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, പലതും വരാം. അപ്പൊ വീണു.
അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ സന്തോഷിക്കുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നിട്ടും പ്രതികൂലം വന്നിട്ടും നീ കോളിങ്ങിനെ വിട്ടുപോകാനായിട്ട് ഇടയാക്കിയിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതേ തന്നെ പിടിച്ചിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട്. പ്രശ്നവും പ്രതികൂലവും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ചില ഈ പിടിയല്ലേ, ദൈവത്തിൽ നിന്നുള്ള പിടി വിടും, പിന്നെ അങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യും? പ്രതികൂലവും പ്രശ്നവും കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പിടി വിട്ടുപോകരുത്. മുകളിൽ നിന്നുള്ള ആ പിടി, പ്രശ്നവും പ്രതികൂലവും ഒക്കെ വരുവേ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് ഈ പിടിയെ വിടാൻ. കർത്താവ് നിന്റെ കയ്യിലോട്ട് ഇട്ട് തന്നില്ലേ ആ റോപ്പ്, അത് വിടരുത്. അത് വിട്ടാ പിന്നെ നീ വീണ്ടും ചെളിക്കുടിക്കകത്തല്ലേ പോകത്തുള്ളൂ, ലോകത്തിനകത്തോട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പിടിയെ നീ വിടാതിരുന്നാൽ ഒരു സീസൺ വരും, നിന്നെ ദൈവം പൊക്കിയെടുക്കും. ഹല്ലേലൂയ. പൊക്കിയെടുത്ത് പർവ്വതത്തിന്റെ മുകളിലോട്ട് തരും. പിന്നെ ദൈവം നിന്റെ കയ്യിൽ വടം തരും. എന്തിനാ? ബാക്കിയുള്ളവരെ കയറ്റാൻ. അത് തന്നെ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെ കയറ്റാൻ. അത് നീ കയറി നിൽക്കേണ്ടടുത്ത് നിന്നെങ്കിലും. പ്രശ്നമാണ്, പ്രതികൂലമാണ്, പ്രയാസമാണെന്ന് പറഞ്ഞാല് നമ്മൾ ഈ വടം വിട്ടിട്ട്, നമ്മുടെ കോളിംഗ് വിട്ട്, നമ്മുടെ പർപ്പസ് വിട്ട്, നമ്മുടെ തെരഞ്ഞെടുപ്പ് വിട്ട്, നമ്മുടെ വിളി വിട്ട് നിങ്ങൾ ഇറങ്ങി പോകുന്നെങ്കിൽ പിന്നെ തിരിച്ച് വിളിയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഇന്നൊരു തീരുമാനം, എന്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നം, എന്തോ പ്രതികൂലം വന്നാലും, എന്തോ ബുദ്ധിമുട്ട് വന്നാലും എന്റെ കോളിങ്ങിനെ വിട്ടൊരു കളി എനിക്കില്ല. ഹല്ലേലൂയ. ആരെനിക്കെതിരായി തിരിഞ്ഞാലും, ആരെനിക്കെതിരായി എഴുന്നേറ്റാലും എന്റെ കോളിങ്ങിനെ വിട്ടൊരു പരിപാടി എനിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ ദൈവം അത് സംസാരിച്ചത്. ഈ പ്രശ്നങ്ങൾ വരുമ്പോ എന്റെ വിളി വിട്ടുപോകുന്നുണ്ടോ? പ്രതികൂലങ്ങൾ വരുമ്പോ വിളി വിട്ടുപോകുന്നുണ്ടോ? നിന്റെ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഒക്കെ പറയുമ്പോ നീ എന്നെ വിട്ടുപോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ജോലിയുടെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തോ പറയാ കുറെ കാശ് തരുന്ന ഒരു മേഖല കാണുമ്പോ നീ എന്നെ വിട്ടുപോകുന്നുണ്ടോ? ദൈവം ചെക്ക് ചെയ്തോണ്ടിരിക്കും. ദൈവത്തിന്റെ കോളിംഗ് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈ കോളിങ്ങിൽ തന്നെ പിടിച്ചിരുന്നാലുണ്ടല്ലോ, ഏത് പ്രതിസന്ധി വന്നാലും ദൈവം നിൽക്കും. മനുഷ്യരെല്ലാം കൈവിടും, സഹോദരങ്ങൾ കൈവിടും, എല്ലാവരും ഉപദ്രവിക്കുമായിരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ തിരിച്ചു വന്ന് ഉപദ്രവിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനല്ലേ നോക്കിയത്? ആണ്. ശരിക്കും പറഞ്ഞാൽ അവര് കൂടെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രതിസന്ധി ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും നമ്മളെ കൈവിടും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കും, എല്ലാവരും നമ്മളെ തള്ളിക്കളയും. അന്നേരം കർത്താവ് പറയും, നീ പിടിച്ചോ, ഞാൻ തന്ന ഈ ഒരു കോളിംഗ്, നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പിൽ നീ ശക്തമായി പിടിച്ചിരിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ മുകളിലേക്ക് പൊക്കി നിർത്തും. ഹല്ലേലൂയ. സകലരും കാണെ മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ട് നിന്റെ കയ്യിലേക്ക് ഞാൻ ചിലതിനെ പിടിക്കാനുള്ള വല ഏൽപ്പിക്കും. ഹല്ലേലൂയ. ചിലതിനെ പിടിക്കാനുള്ള വടം നിന്റെ കയ്യിലോട്ട് തന്നിട്ട് നീ ആ വട ഇട്ട് കൊടുക്കാൻ പറയും. ഹല്ലേലൂയ. അന്നേരം താഴെ ചെളിയിൽ കിടക്കുന്ന അനേകരുണ്ടാവും യേശുവിനെ വേണമെന്നുള്ളവർ. ദാസരെ ഈ ധരണിയെ അൻപായി യേശുവിനായി സ്വന്തമാക്കിയിടാം. ഹല്ലേലൂയ. അതാ നമ്മുടെ കാളിംഗ്. നമ്മുടെ കോളിംഗ് അതാ. വെയിറ്റ് പേഷ്യന്റ്ലി. ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കും. കർത്താവ്, എന്താ എൻ്റെ വിളി, എന്താ എൻ്റെ തെരഞ്ഞെടുപ്പ്, എന്നെ ഏൽപ്പിക്കണമേ ചിലതിനെയൊക്കെ ചെളിയിന്ന് വലിച്ചെടുക്കാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്ന് കയറി മുകളിൽ നിൽക്കണം. ആ പാറമേൽ നമ്മൾ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ആ കോളിങ്ങിൽ ഉറച്ചു നിന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ദൈവം ചില കൃപകൾ തരും, കൃപാവരങ്ങൾ തരും, അഭിഷേകം തരും നമ്മുടെ വിളി അനുസരിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ഈ വടം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ പിടിക്കാനുള്ള വടം, അനോയിന്റിങ് ദൈവം തരും. അത് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കുന്നത് ചെളിയിൽ. മനസ്സിലാവുണ്ടോ? ഇരുട്ടിൽ നിന്ന് ലോകത്തിന്റെ വെളിച്ചമായി അപ്പോഴാണ് നമ്മൾ ശോഭിക്കുന്നത്. പലരും നമ്മുടെ വെളിച്ചം തേടി വരുന്നത് അപ്പോഴാണ്. ഇതെല്ലാത്തിന്റെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ യേശുവിന് വേണ്ടി നേടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവർക്ക് സന്തോഷമുണ്ട്. സന്തോഷം എല്ലാം പോയോ? ഉണ്ട്. ഇന്നു മുതൽ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? അപ്പാ, എൻ്റെ വിളി എന്താണ്? എൻ്റെ തെരഞ്ഞെടുപ്പ് എന്താണ്? എൻ്റെ പർപ്പസ് എന്താണ്? ഞാൻ എവിടാണ് അങ്ങേക്ക് വേണ്ടി നിൽക്കേണ്ടത്? എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇത്രയും കാലം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെയാണ്. ഒരു വിഭാഗം ആൾക്കാർ
നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കർത്താവിനോട്. പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. നമ്മൾ ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ എന്ത് ചെയ്യും? പോകത്തുള്ളൂ. ഇഷ്ടം ചെയ്യണമെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യണം. നിങ്ങൾ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിക്കണം. ബാക്കി എന്തോ പ്രതികൂലം വന്നാലും ഇതിനെ വിട്ട് പോവരുത്. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കരുത്, അതിനെ തള്ളരുത്. പക്ഷെ ആദ്യം നിങ്ങൾക്ക് തോന്നും ഇതുമായിട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നും. അങ്ങനെയാണ്. കാരണം എന്താണ്? പിശാചുണ്ട്. അതുകൊണ്ടാണ് അവൻ വന്ന് നിങ്ങളെ ഈ കോളിങ്ങിൽ നിന്ന് തള്ളിയിടാൻ നോക്കും, അല്ലേ? ഒരു വലിയ വ്യക്തി മലയിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് വീഴുകയാണെന്ന് വെച്ചോ. വലിയ കൊക്കയാ താഴെ. ഈ കൊക്കയാവുമ്പോണ്ടല്ലോ, ഇവന് ഏതാണ്ട് ഇടയ്ക്ക് വന്നപ്പോ ഒരു മരത്തിന്റെ കുറ്റി പിടിക്കാൻ കിട്ടി. അവൻ എന്ത് ചെയ്യാണ്? ഈ കുറ്റിയിൽ പിടിച്ചു കിടക്കുകയാണ്. കുറ്റി പിടിച്ച് തൂങ്ങി കിടക്കുകയാണ്. അന്നേരം ഒരു കാറ്റടിച്ചാൽ ഇവ എന്ത് ചെയ്യും? താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവ എന്ത് ചെയ്യും? കാറ്റടിക്കുമ്പോൾ കുറച്ചുകൂടെ മുറുകെ പിടിക്കും, അല്ലേ? അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പിശാച് പിന്നെ ഒന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവൻ പിടിച്ചിരിക്കുന്ന കമ്പെ കട്ട് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഇവനെ ദൈവത്തിൽ നിന്ന് അകറ്റണം. അതാണ്. ഒത്തിരി എടുത്ത് ഇത് കാണുന്നുണ്ടാ പറയുന്നത്. ഞാനിപ്പോ ഈ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ദർശനം കണ്ടിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് നിങ്ങളോട്, കേട്ടോ. പിശാച് വന്നിട്ട് ഈ കൊമ്പിനെ കട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവൻ എങ്ങനെയെങ്കിലും തള്ളിയിടണം. എവിടെ? പാപമാകുന്ന കൊക്കയും നരകമാകുന്ന കൊക്കയും ഇവനെ തള്ളിയിടണം. പിശാച് അതിനുവേണ്ടി എല്ലാ മനുഷ്യരുടെയും പിന്നാലെ നടക്കുക. ഇവൻ എങ്ങനെ തള്ളിയിടാം. ഹല്ലേലൂയ. പക്ഷെ യേശു ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഇവൻ എങ്ങനെ എന്റെ സ്വന്തമാക്കാം, ഇവൻ എങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുവരാം, ഇവനിലൂടെ എങ്ങനെ എന്റെ ഇഷ്ടം ചെയ്യാം, ഇത് നോക്കി കർത്താവ് നടക്കുക. പിശാച് ഇങ്ങോട്ട് വന്ന് ഇവൻ എങ്ങനെ തള്ളിയിടാന്ന് പറയും നോക്കി നടക്കുക. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ പിടിച്ചിരിക്കുന്നതിൽ വിട്ടുപോകരുത്. ഈ മരക്കുറ്റിയെ പിടിച്ചിട്ടും ചിലർക്ക് നിൽക്കാൻ പറ്റാത്തപ്പോഴാണ് കർത്താവ് ഉയരത്തിൽ നിന്ന് ഒരു കര ഇട്ട് തരുന്നത്. സ്വർഗത്തിൽ നിന്ന് വരും വലിയ വടം, അതേ പിടിച്ചോളാം. ഹല്ലേലൂയ. അതിലാണ് ജോയി ഇപ്പൊ ദൈവം നിർത്തിയിരിക്കുന്നത്. ആ വലിയ വടത്തിൽ പിടിച്ചു നിൽക്കുക നീ. അതുകൊണ്ട് സ്ട്രഗിളുകൾ വരും, ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ നീ വീഴില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവിടുത്തെ പിടി സ്ട്രോങ് ആയതുകൊണ്ടാണ്. നീ അവിടെ വിട്ടുകളയരുത്, കേട്ടോ. വിട്ടുകളയാനുള്ള സാഹചര്യവും വരും, പക്ഷെ വിട്ടുപോകരുത്. നീ എവിടെ പോയാലും, ഏത് കൺട്രിയിലായിക്കോട്ടെ, ആ കോളിംഗ് നിന്റെ മനസ്സിലുണ്ടാകണം. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി വിളിക്കപ്പെട്ടവനാ. എവിടെ അവസരം കിട്ടിയാലും യേശുവിന് വേണ്ടി നിന്നോണം. അത് ഇവിടെ നിന്നല്ല, നീ ഏത് രാജ്യത്ത് പോയാലും നിന്നോണം. ഹല്ലേലൂയ. അവിടെ എല്ലാം ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവം അങ്ങനെ ഉള്ളിടത്തേ നിന്നെ ആക്കത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണ്. കോളിംഗ് ഉള്ളവന്റെ കൂടെ ദൈവം നടക്കും, ദൈവദൂതന്മാർ നടക്കും. ഹല്ലേലൂയ. കാരണം എന്താണ്? ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമുണ്ട്. അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ട് കളയില്ല, അല്ലേ? ഏത് കുഴിക്കകത്ത് കിടന്നാലും ദൈവം പൊക്കിയെടുക്കും. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ദാനിയേൽ അതോടെ തീർന്നെന്ന്. പക്ഷെ അവിടെ ഒന്നും തീർന്നില്ല. സിംഹത്തിന്റെ വായ അടച്ചിട്ട് കർത്താവ് കൊണ്ടുവന്നു. കോളിംഗ് തീർന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവ് പോയി ചൂരച്ചെടിയുടെ ചോട്ടിക്കിടന്നു. ഇസബേല് അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ, തീയിറക്കിയൊക്കെ ആളാണ്, പക്ഷെ ചില സമയത്ത് തളർന്നുപോയി. ദൂതൻ അവിടെ ഇറങ്ങി അപ്പവും വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്ക്, നിനക്കൊരു ദീർഘദൂര യാത്രയുണ്ട്. നിനക്ക് ചൂരൽ ചെടിയുടെ താഴെ കിടന്ന് ഉറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. എണീക്കടാ. ഏലിയാവ് ഓട്ടം വെച്ച് ഓടി 40 ദിവസം. ഹല്ലേലൂയ. ഒരിടവും തീരത്തില്ല. അങ്ങനെ ദൈവം കൂടെ നടക്കുക. നിങ്ങൾ വീണു പോകാനായിട്ട് കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ബലപ്പെടും, ശക്തിപ്പെടും ദൈവത്തിന്. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ. എന്ത് പ്രശ്നം വന്നാലും ദൈവത്തെ വിട്ട് ഒന്നിനും നിങ്ങൾ പോകരുത്. പറഞ്ഞുകൊണ്ടേയിരിക്കണം, അപ്പാ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലം വന്നാലും ഒന്നിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മേലൊരു വിളിയുണ്ട്, എൻ്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്, എൻ്റെ മേൽ സ്വർഗത്തിന്റെ ഒരു ഇഷ്ടം കിടക്കുവാണ്. അത് ചെയ്തിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോകത്തുള്ളൂ. നീ ആരാടാ പിശാചേ അത് പറ്റില്ലെന്ന് പറയാനായിട്ട്? മാറി നിൽക്കുക. യേശു പറഞ്ഞതുപോലെ എൻ്റെ വഴി നീ മാറി നിൽക്കുക. ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യാനാ. മാറി നിൽക്കുക വഴിയിൽ. പറയണം. നിങ്ങൾ ചിലത് പറയുന്നവരായി തീരണം. പ്രശ്നങ്ങളും പ്രതികൂലവും കണ്ട് ഒതുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എന്നെ യൂട്യൂബിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒത്തിരി പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഏറ്റവും കൂടുതൽ പേര് ഇന്ന് സഫർ ചെയ്യുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അതെല്ലാം തന്നെ നമ്മൾ തെറ്റായ തീരുമാനങ്ങളിലൂടെ പിശാച് നമ്മളെ കൊണ്ടുപോയതാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഏത് വിഷയമായിക്കോട്ടെ,
ഏത് വിഷയം ആയിക്കോട്ടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ഓടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും തടയുന്ന എല്ലാത്തിനെയും മാറ്റുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളുമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം, പ്രാർത്ഥിക്കുന്നവരായി എഴുന്നേൽക്കണം, പറയുന്നവരായി തീരണം. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ഓടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം കാലുകളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കട്ടെ. ഹല്ലേലൂയ. മാനിനെ അറിയാമോ? മാന്റെ കാലുകൾ വലിയ സ്ട്രോങ് ആ, വളരെ വേഗത്തിൽ ഓടുന്നവനാ മാന്. ഹല്ലേലൂയ. അതുപോലെ ഒരു വലിയ ബലം ദൈവം നിങ്ങൾക്ക് നൽകി തരാനായിട്ട് പോകുന്നു. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിച്ചാലോ? താങ്ക് യു ജീസസ്. കർത്താവേ, എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. എനിക്ക് അങ്ങേക്ക് വേണ്ടി ഓടണമെന്ന് ആഗ്രഹമുണ്ട്. ഓടണം, ധാരാളമായിട്ട് ഓടണം. എൻ്റെ കാലുകൾക്കൊരു വേഗത തരണം. എൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തള്ളി ഓടാൻ സഹായിക്കണം. ചിലതെല്ലാം വേലി പോലെ കെട്ടിവെച്ചിരിക്കുക, ചിലതെല്ലാം ഈ വള്ളി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന പോലെ ചില ജീവിതങ്ങൾ വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ദൈവം കണ്ണുകളെ കുരുടാക്കി കെട്ടിവെച്ചിരിക്കുന്നു. എന്നാൽ ദൈവം അത് ഇറങ്ങി പൊട്ടിച്ചു കളയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ഇപ്പോൾ ചാടി എഴുന്നേറ്റിട്ട് പറ, കർത്താവേ, ഞാൻ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. പിശാചന്റെ ജീവിതത്തിലിടുന്ന സകല നുഖങ്ങളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് എടുക്കണമേ, അങ്ങനെ പുറത്തേക്ക് എടുക്കണമേ. എൻ്റെ കുടുംബത്തെ പുറത്തേക്ക് എടുക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കണമേ, എൻ്റെ ബന്ധുമിത്രാദികളെ പുറത്തേക്ക് എടുക്കണമേ. അവർ യേശുവിന്റെ വെളിച്ചം കാണട്ടെ, അവർ ശോഭിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ തൊടണമേ, പരിശുദ്ധ റൂഹാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്പർശിച്ചേ മതിയാകൂ. നിങ്ങളുടെ അടുത്തുള്ള ദേശത്തിലെ സഭയ്ക്കായി എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. എവിടേക്കിരുന്നാണോ നിങ്ങൾ ഇത് കാണുന്നത് അവിടെയുള്ള സഭകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ദേശത്തിനായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. അവിടെയുള്ള വിശ്വാസികളുടെ കണ്ണ് തുറക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അവിടെയുള്ള സഭകളിൽ ഇരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, അവരോടൊക്കെ ദൈവം സംസാരിക്കാനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. വലിയൊരു ഉണർവിന്റെ കാറ്റ് എല്ലാ ചർച്ചുകൾക്കകത്ത് ഉണ്ടാകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നിങ്ങളായിരിക്കുന്ന ആ ദേശത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ ദേശത്തിലേക്ക് ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദേശത്തിന്റെ പേരുകൾ പറ, വ്യക്തികളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവരെല്ലാം യേശുവിനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവരെല്ലാം മാനസാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വെറുതെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നരുതേ. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. വലിയ കാറ്റുകളെ ചിലയിടങ്ങളിലേക്ക് ദൈവം അടുപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. വലിയ ഉഷ്ണക്കാറ്റുകൾ പോലെ, സൂര്യന്റെ താപകിരണങ്ങളല്ല ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ വലിയ കാറ്റ് നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് അടിക്കട്ടെ, നിങ്ങളുടെ ദേശങ്ങളിൽ അടിക്കട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, hallelujah, hallelujah. യേശുവേ, hallelujah.
പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ. In the name of Jesus I pray. The name of Jesus I pray. അവരെ നിറയ്ക്കണമേ. വലിയൊരു കാറ്റ് ആ ദേശങ്ങളിൽ അടിക്കണമേ കർത്താവേ. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്നാണോ ഈ മെസ്സേജ് കാണുന്നത്, ഇപ്പോൾ ശബ്ദ തരംഗങ്ങൾ അവരിയ്ക്കുന്ന റൂമിൽ വ്യാപരിക്കുമ്പോൾ, ആ വീടിൽ വ്യാപരിക്കുമ്പോൾ, ആ വീടിരിക്കുന്ന ദേശം, ആ ഫ്ലാറ്റ് ഇരിക്കുന്ന ദേശം, ഓ ഹല്ലേലൂയ, ആ ബിസിനസ് സ്ഥാപനം ഇരിക്കുന്ന ദേശം, ആ കട ഇരിക്കുന്ന ദേശം, ഓ ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ വാഹനം കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളും യേശുവിനെ അറിയട്ടെ. ഹല്ലേലൂയ. യേശുവിനെ അറിയട്ടെ, യേശുവിനെ അറിയട്ടെ, യേശുവിനെ അറിയട്ടെ, യേശുവിനെ അറിയട്ടെ. ഓ സുവിശേഷം തീ പോലെ പടരട്ടെ, അണയാത്ത അഗ്നിയായിട്ട് അത് പടരട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് ദൈവം ചെയ്തതെന്ന് സ്തോത്രം. ഓരോ മക്കളെയും അഭിഷേകത്താൽ നിറച്ചാട്ടെ, ഓരോ മക്കളെയും പണിതെടുത്താട്ടെ. ഓ താങ്ക് യു ജീസസ്. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ആ സ്ഥലങ്ങളിലേക്ക് കൈകൾ വെച്ചാട്ടെ. നിങ്ങൾ അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് പറഞ്ഞാട്ടെ, അപ്പാ ഞാൻ അങ്ങേക്ക് വേണ്ടി നിൽക്കാനുള്ളവളാണ്, നിൽക്കാനുള്ളവനാണ്. രോഗത്തിന് എന്റെ മേൽ സ്ഥാനമില്ല. പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപങ്ങളുള്ള ചിലര് പറഞ്ഞാട്ടെ, കർത്താവേ ഈ പാപ സ്വഭാവത്തിന് ഇനിയും എന്നെ അടിമപ്പെടുത്താൻ അങ്ങ് ഇടയാക്കല്ലേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹ അതിലേക്ക് ഇറങ്ങി വരണമേ, എന്നിലേക്ക് ഇറങ്ങി വരണമേ. എന്റെ ജീവിതത്തെ മാറ്റണമേ, എന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ മാറ്റണമേ, അവരുടെ തലമുറകൾ ജീവിതത്തെ മാറ്റണമേ. ഓരോ വ്യക്തി മാറുന്നതിനനുസരിച്ച് ആ ദേശം മാറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അനുവദിച്ചാട്ടെ പരിശുദ്ധാത്മാവിനെ, നിങ്ങളുടെ ഭവനത്തിൽ അനുവദിച്ചാട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അനുവദിച്ചാട്ടെ. ദൈവം നിങ്ങളെ നിറയ്ക്കുകയാണ്. ഇന്ന് ഈ സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഈ അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന അനോയിച്ചിങ്ങ, ഇതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിൽ നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകം. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവരെല്ലാം അങ്ങയുടെ പടയാളികളായി ഇറങ്ങട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ 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 അവരുടെ അത്ഭുത സാന്നിധ്യം ചലിച്ചതിനായി നന്ദി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. Be healed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു. അവരെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു.
ലോകത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരികെ വരിക, തിരികെ വരിക, തിരികെ വരിക. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, തിരിച്ചു കർത്താവിനെ കൊണ്ടുവരിക. ആ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുക്കുക. ഓ ഹല്ലേലൂയ. എവിടെയോ ശുശ്രൂഷകൾ നിന്നുപോയില്ലേ? എവിടെയോ മുന്നോട്ട് പോകാൻ പറ്റാതായി പോയില്ലേ? യേശുവിനെ കൊണ്ടുവരിക. നിങ്ങളുടെ ചർച്ചിനകത്തേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരിക. ആ പ്രസൻസിനെ വഹിക്കുക, ആ സാന്നിധ്യത്തെ വഹിക്കുക. നിങ്ങൾ യേശുവിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങളെ താൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ കൂടെ താൻ നടക്കാനായി പോവുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെ താൻ ഒരു നാളും കൈവിടില്ല. ആ കരത്തെ താൻ പിടിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. നന്ദി അപ്പാ, നന്ദി. എല്ലാ മക്കളെ അങ്ങ് നിറയ്ക്കുന്നതിനായി നന്ദി. സന്തോഷത്തോടുകൂടെ അടുത്ത ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾ അങ്ങേക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. അവരെ എഴുന്നേൽപ്പിച്ചാട്ടെ, അവരെ എഴുന്നേൽപ്പിച്ചാട്ടെ. കർത്താവേ നന്ദി പറയുന്നു. എല്ലാവരെയും ബ്ലസ് ചെയ്ത് അവരെല്ലാം ഒരു അനുഗ്രഹമായി തീരണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവരായി നിങ്ങളായിരിക്കുക. ആമേൻ. യേശുവിനായി സ്വന്തമാക്കിടാം, ഏകമായി യേശുവെ ഘോഷിക്കാം, അവനെ സാക്ഷിക്കാം, ഇരുളകറ്റിടാം, വെളിച്ചമേകിടാം. ഏകമായി യേശുവെ ഘോഷിക്കാം, അവനെ സാക്ഷിക്കാം, ഇരുളകറ്റിടാം, വെളിച്ചമേകിടാം. ദാസരെ നിരകളിയെ അൻപായി യേശുവിനായി സ്വന്തമാക്കിടാം. ദാസരെ നിരകളിയെ അൻപായി യേശുവിനായി സ്വന്തമാക്കിടാം. ഏകമായി യേശുവെ ഘോഷിക്കാം, അവനെ സാക്ഷിക്കാം, ഇരുളകറ്റിടാം, വെളിച്ചമേകിടാം. ഓ ദാസരെ നിരകളിയെ അൻപായി യേശുവിനായി സ്വന്തമാക്കിടാം. ദാസരെ നിരകളിയെ അൻപായി യേശുവിനായി സ്വന്തമാക്കിടാം.